ഹലോ ഹായ്, എല്ലാവരും ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. വിചിത്ര അനുഭവങ്ങളുടെ ഒരു കൂടാരമാണ് എൻ്റെ ജീവിതം എന്ന് പറയാമെങ്കിൽ പോലും ഇത്രയും വിചിത്രമായ ഒരു അനുഭവം അതിന് മുൻപോ അതിന് ശേഷമോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അപ്പച്ചനും അമ്മച്ചിക്കും വയ്യാത്തതിനാൽ ഞങ്ങൾ തറവാട്ടിലേക്ക് താമസം മാറി. ഞങ്ങൾ വലിയ തറവാടാണ്, പഴയ തറവാടാണ്. തട്ടുംപുറവും പിന്നെ തടിയുടെ മേൽത്തട്ടൊക്കെ ഉള്ളൊരു വീടാണ്. അതുകൊണ്ട് തന്നെ വീടിനകത്ത് എപ്പോഴും നല്ല തണുപ്പാണ്. ഞാൻ രാവിലെ പഠിക്കാൻ എണീക്കും എന്നതുകൊണ്ട് ഞാൻ തനിയെ ഒരു റൂമിലാണ് കിടക്കുന്നത്, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഏകദേശം രാവിലെ 4 മണിക്ക് തുടങ്ങും എൻ്റെ യുദ്ധം, പഠിത്തവുമായിട്ടുള്ള എൻ്റെ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ഈ തണുപ്പ് കാരണം 1ഓ 2ഓ പുതപ്പ് പുതച്ചാൽ പോലും നമുക്ക് പിന്നെയും തണുപ്പാണ്. ഏറ്റവും കട്ടിയുള്ള കരിമ്പടം പോലത്തെ കരുകരിന്ന് കറുത്ത ഒരു പുതപ്പാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഇതിനെയും കെട്ടിപ്പിടിച്ചാണ് രാത്രി കിടക്കുന്നത്. നല്ല ചൂടാണ്, ഇതിനകത്ത് മാത്രം നല്ല ചൂടാണ്. ഈ പുതപ്പിന് വേണ്ടി തന്നെ വീട്ടിലൊരു അടിയാണ്. അവസാന യുദ്ധത്തിൽ ജയിച്ചത് ഞാനാണ്. എന്താണേലും അന്നേ ദിവസം സംഭവം നടക്കുന്ന അന്ന് രാവിലെ 4 മണിക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി എണീറ്റു. വീട്ടിലെല്ലാവരും നല്ല ഉറക്കത്തിലാണ്, അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും വീട്ടിൽ നല്ല ഉറക്കത്തിലാണ്. പഠിത്തം കഴിഞ്ഞു. ഒരു 6 മണിക്ക് ആ സമയമായപ്പോഴത്തേക്കും 5:30 ആയപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങാനായിട്ട് ഇച്ചിരി ഒരു 10 മിനിറ്റ് നേരം ഹോംവർക്ക് എല്ലാം തീർത്തു ഒന്ന് മയങ്ങാമെന്ന് കരുതി ബെഡിലേക്ക് വന്നു. ബെഡിലേക്ക് വന്നപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പുതപ്പ് ഒരല്പം കീറിപ്പോയി. കീറിയ കഷ്ണം കട്ടിലിൻ്റെ മൂലയ്ക്കിൽ കിടപ്പുണ്ട്. ശരി, സാരമില്ല എന്ന് കരുതി കയറി കിടന്നു. രാവിലെ എണീക്കുമ്പോൾ അമ്മയോട് പറയാം തുന്നി തരാനായിട്ട്. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ചവിട്ടി മാറ്റി, പുതപ്പിൻ്റെ കഷ്ണം ചവിട്ടി മാറ്റിയപ്പോൾ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്, വെൽവെറ്റിൽ ചവിട്ടിയ പോലെ. കരിമ്പടത്തിൽ എങ്ങനെയാണ് വെൽവെറ്റിൻ്റെ ഫീലിംഗ് ഉണ്ടാവുക. ചാടി എണീറ്റ് ഞാൻ മുറിഞ്ഞു പോയ കഷ്ണം കൈകൊണ്ടെടുത്തതോ ഈ കഷ്ണം പറന്നുപോയി മേൽത്തട്ടിൽ തൂങ്ങിക്കിടന്നു. എൻ്റെ അലർച്ച കേട്ട് അപ്പച്ചനും അമ്മച്ചിയും മുകളിൽ റബ്ബർ വെട്ടിക്കിടുന്ന ചേട്ടൻ വരെ വീട്ടിൽ ഓടിയെത്തി എന്നുള്ളതാണ് സത്യം. ഹാർട്ട് അറ്റാക്ക് വരാതെ അപ്പച്ചനും അമ്മച്ചിയും രക്ഷപ്പെട്ടത് ആരുടെയൊക്കെയോ ഭാഗ്യം. സുഹൃത്തുക്കളെ, അത് ഒരു കറുത്ത വവ്വാലായിരുന്നു. രാത്രി മുഴുവൻ ഞാൻ ഈ വവ്വാലിനെയാണ് ചവിട്ടി മാറ്റുകയും പിന്നെ പുതപ്പിനകത്ത് വലിച്ചു കയറ്റുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ നിപ്പ എന്ന് പറഞ്ഞ് ഒരു പഞ്ചായത്ത് മുഴുവൻ ക്വാറന്റൈനിലും പോകേണ്ടുന്ന അവസ്ഥയാണ്. അന്ന് എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് നിപ്പ വൈറസ് ഒന്നും ഇല്ലായിരുന്നു. എന്താണേലും അമ്മയും അപ്പനും എല്ലാം ഓടി വന്ന് എൻ്റെ കഥ കേട്ട് വിശ്വസിച്ചില്ലെങ്കിലും മേലത്തെ തട്ടിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലിനെ കണ്ട് എല്ലാവരും വിശ്വസിച്ചു. ഇത് എപ്പോൾ വീട്ടിൽ കയറിയെന്നോ, എങ്ങനെ വീട്ടിൽ കയറിയെന്നോ, എങ്ങനെ എൻ്റെ പുതപ്പിനകത്ത് കയറിയെന്നോ അന്നും ഇന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിചിത്രമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും ഇത്രയും വിചിത്രമായത് ഒരു രാത്രി മുഴുവൻ ഒരു വവ്വാലിൻ്റെ കൂടെ കിടന്നു ഉറങ്ങിയ ഒരു അനുഭവം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക കേട്ടോ. അപ്പോൾ കാണാം പിന്നെ വേറെ അനുഭവമായി. ശരി എന്നാ.